Astro Guru, where the wisdom of the cosmos lights your path. ചിങ്ങം വരാൻ പോവാണ്, പുതുവർഷം വരാൻ പോവാണ്. അപ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത്? ഈ ചിങ്ങമാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒരെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇനി വരുന്ന ഓരോ എപ്പിസോഡിൽ വരും. എന്നാലും നമ്മൾ ഓടിച്ചെന്ന് പറയാം. കാരണം ഈ ഒരു വർഷത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ജൂപ്പിറ്റർ, അതായത് ഈ പറഞ്ഞ വ്യാഴം മാറിയായിരുന്നു ഈ ജൂലൈ മാസം. ഇനിയിപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞിട്ട് 3 മാസത്തോളം ഉണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ ഇനിയും വ്യാഴം മാറുന്നുണ്ട്. ആ വ്യാഴം മാറിക്കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 84 ദിവസത്തോളം പല ആൾക്കാർക്കും നല്ലതാണ്. അതായത് നമുക്കൊരു ജനുവരി 24-ാം തീയതി തിരിച്ച് വ്യാഴം റിട്രോഗ്രേഷനിൽ പോകും. അതായത് ഈ പറയുന്ന കർക്കിടകൻ രാശിയിലാണ് ഇപ്പം വ്യാഴം നിൽക്കുന്നത്. അത് ചിങ്ങൻ രാശിയിലോട്ട് ട്രാൻസിഷൻ പോകുന്നതുണ്ട്. അപ്പം അങ്ങനെ വരുന്നുണ്ട് പല രീതിയിൽ. ഈ ഈ 84 ദിവസം, ഇതിനിടയ്ക്കുള്ള ഒരു 84 ദിവസം പല ആൾക്കാർക്കും വളരെ നല്ലതായിട്ടുള്ള ഗുണങ്ങൾ വരും. പക്ഷെ ഈ ഒരു വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള മാറ്റം കൂടാതെ നമുക്ക് ഈ ഒരു ഇയർലി ഉള്ള പ്രഡിക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ശനിയെ ഇവിടെ കൺസിഡർ ചെയ്യണം. ശനിയെ കൺസിഡർ ചെയ്യുമ്പം ഏകദേശം ഈ അടുത്ത വർഷം മിഡിലോട്ടാകുമ്പോഴത്തേന് ശനിയെ മാറുന്നത് ഏകദേശം ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേനാണ് ഈ ശനിയുടെ ആയിട്ടുള്ള മാറ്റം വരുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ വരുമ്പോഴും അത് കൂടാതെ ഈ ഡിസംബർ 5-ാം തീയതി വലിയൊരു ട്രാൻസിഷൻ നടക്കുക. അതായത് നമ്മുടെ രാഹു കേതുക്കൾ മാറുക ഡിസംബർ 5. അപ്പൊ ഇവിടെ 84 ദിവസം പല രീതിയിലും ആൾക്കാർക്ക് നല്ല അനുകൂലമായിട്ട് വന്നെന്ന് പറഞ്ഞാലും അവിടെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ഇമ്പാക്റ്റ് കൊണ്ട് തരുന്ന ഗ്രഹങ്ങളാണ് ഈ പറയുന്ന രാഹു കേതുക്കൾ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഈ രാഹു കേതു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. സാധാരണ എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസ് കറങ്ങുന്നത്. അപ്പൊ ഇത് മാത്രം ആന്റി ക്ലോക്ക് വൈസ്. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഡൗട്ട് കാണും. അവർക്ക് വേണ്ടി നമ്മളൊന്ന് പറയുക. ഇപ്പം ഇതിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസിഷൻ പീരീഡ് കൊണ്ടൊന്നറിയണം. വ്യാഴത്തിൻ്റെ ട്രാൻസിഷൻ എന്താണ് ഗോചാരം എന്ന് പറയുന്നത്. ഗോചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബർത്ത് സ്റ്റാറിൻ്റെ മേളിൽ കൂടെ അല്ല ബർത്ത് സ്റ്റാറിലെ ഗ്രഹത്തിൻ്റെ മേളിൽ കൂടെ ഗ്രഹങ്ങൾ പാസ് ചെയ്യുന്ന സമയം അത് ഗോചാരം എന്ന് അറിയപ്പെടുന്നത്. അത് ട്രാൻസിഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് വ്യാഴത്തിൻ്റെ 1 വർഷമാണ്. ശനിയുടേത് 2.5 വർഷം. അതുപോലെ രാഹു കേതുക്കളെ എന്ന് പറഞ്ഞാൽ 1.5 വർഷം. അതുപോലെ ചൊവ്വയുടെ ഏകദേശം ഒരു 48 ദിവസമാണ്. ശുക്രനെ നോക്കുക ഏകദേശം ഒരു 27 ദിവസം. പിന്നെ മെർക്കുറി ഒക്കെ നോക്കുമ്പോൾ ഒരു 16 ദിവസം 14 ദിവസം. അതിൻ്റെ ഒക്കെ റിട്രോഗ്രേഷൻ എന്ന് പറയും. എല്ലാ ഗ്രഹങ്ങളും മിക്കവാറും ഈ 2 ഇതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സൂര്യന്റെ മേളിലുള്ളതും താഴെയുള്ളതും ഇന്നർ ലെവലിൽ പോകുന്ന ഗ്രഹങ്ങളാണ് ചെറിയ ഇതൊക്കെ. അതായത് ഏറ്റവും മേളിലോട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളാണ് കൂടുതലായിട്ടുള്ള ഈ കാലയളവ് കൂടുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് ഇവിടെ യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഒക്കെ ഉണ്ട്. ആ ഒരു ഗ്രഹങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് അതിനും മേളിലാണ്. പലതും എടുക്കുക എന്ന് പറഞ്ഞാൽ 7 വർഷം 14 വർഷം 21 വർഷം ഒക്കെ അതിന്റെ ട്രാൻസിഷൻ പീരീഡ്. അതുകൊണ്ട് ഇതിനകത്ത് പലതും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല നമ്മുടെ ഇപ്പോഴത്തെ പറഞ്ഞ ആസ്ട്രോളജി പോലും. പക്ഷെ നമ്മുടെ അതിനകത്ത് ഞാനിപ്പോൾ നമ്മുടെ ഇറാന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറാന്റെ വീഡിയോക്കകത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ഇവിടെ തോറ്റുപോകുന്നു, നാണംകെട്ട് തോറ്റുപോകുന്നു, ഇറാൻ മേൽക്കൈ നേടുമെന്നും ഇറാനകത്ത് ജനറേഷൻ മാറ്റം വരുമെന്നും പുതിയ തലമുറ വരുമെന്നും അവിടുത്തെ നേതൃമാറ്റത്തെ പറ്റി എല്ലാം ഞാനൊരു 4 മാസം 5 മാസം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി എല്ലാം അവിടെ നടന്നതും കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഈ നമ്മൾ അതൊക്കെ പിടിച്ച് ചെയ്തേക്കുന്ന ഈ മുണ്ടൈൻ ആസ്ട്രോളജി എന്ന് പറയും. ഈ മുണ്ടൈൻ ആസ്ട്രോളജി, അതായത് ഈ ഇങ്ങനെയുള്ള അത് തന്നെയല്ല ഞാൻ വെസ്റ്റേൺ ചെയ്തിട്ടുള്ള വെസ്റ്റേൺ. ഇപ്പൊ ഈ ഞാനിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബറാക്ക് ഒബാമയുടെ ഒക്കെ ബർത്തിയായിട്ട് നോക്കുന്ന ആളുണ്ട്, ഒരു ജൂലിയ എന്ന് പറഞ്ഞാൽ. അത് അവർക്ക് ആ ആളിന് ഞാൻ മെയിൽ ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ കിട്ടിയത്. ഞാൻ $150 ഒരു ക്ലാസ്സിന് കൊടുത്തിട്ടാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഞാൻ അത്ര എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആകണോ അല്ല സത്യമാകണോ എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറയും ഈ രാഹു കേതുക്കൾ ഇവിടെ മാറുന്നുണ്ട്. അപ്പോൾ അതുമാതിരി ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ 2.25 ദിവസമാണ് ചന്ദ്രൻ്റെ ട്രാൻസിഷൻ, വളരെ മൈന്യൂട്ടാണ്. അപ്പോൾ പല പ്രഡിക്ഷനകത്തും നമുക്ക് ഈ പറഞ്ഞ വേദിക് അസ്ട്രോളജിക്കകത്ത് ചന്ദ്രൻ്റെ ആയിട്ടുള്ള അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ ബർത്ത് ടൈം അറിയാൻ പറ്റും. പക്ഷെ നമുക്ക് അതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട് ബർത്ത് ടൈം കണ്ടുപിടിക്കാൻ. അല്ലെന്ന് ഈ പറഞ്ഞ മാതിരി നമുക്ക് എന്താ പറയുന്നത് അവരുടെ ശരീരത്തെ മറുകളെ
അല്ലെന്നൊരു ബർത്ത് മാർഗം ഇന്നടത്ത് നമുക്ക് ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് മാർഗമുണ്ടോ എന്ന് കറക്റ്റ് പറയാൻ പറ്റും. അത് വെച്ചിട്ട് നമ്മൾ അത് ചെയ്യാം. അതുകൂടാതെ നമ്മൾ വ്യാഴത്തെ നോക്കി പ്രെഡിക്റ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാരണം വ്യാഴത്തിന്റെ ട്രാൻസിഷൻ 1 ഇയർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ആ വ്യാഴത്തിന്റെ ആ നമ്മൾ ജനിച്ച സമയത്തെ ഉള്ള ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി വെച്ചിട്ട് ബൃഹനാടിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ആ കണക്ടിവിറ്റി പറയുന്നത് ട്രാൻസിഷനും വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഡിക്ഷൻ കറക്റ്റ് ആയിരിക്കും, 100% കറക്റ്റ് ആയിരിക്കും. ഈ വേദിക് ആസ്ട്രോളജിയെക്കാട്ടിലും ഒത്തിരി അക്യുറസി പാർട്ടി വരുമ്പം ഒരുപാട് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയും കൂടെ സയൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു രാഹുകേതുക്കളായിട്ടുള്ള ഒരു മാറ്റം ഇവിടെ വരും. ഡിസംബർ 5 മാറുന്നെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വരുമ്പോഴേ പല രീതിയിലുള്ള ആൾക്കാർക്ക് ഇമ്പാക്റ്റുകൾ കൊണ്ടുത്തരും. അതിന്റെ വിശദമായിട്ടുള്ള നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ രാഹുകേതുക്കൾ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമുക്കിപ്പോൾ ഒരാൾക്ക് നല്ലതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടെന്ന് വെച്ചു, ആ അനുഭവത്തെ മാറ്റി അത് ചീത്തയാവും. അപ്പോൾ ഈ രാഹുകേതുക്കളെ ഏതൊക്കെ രാശിയിൽപ്പെട്ട നമ്മൾ ആ ഈ വീഡിയോ ചെയ്തേക്കുന്ന രാശി വെച്ചിട്ടുള്ള പ്രഡിക്ഷനാണ്. പക്ഷെ അതിനുപരി നമ്മുടെ ബർത്തിയാട്ടിലെ ഈ രാഹു അല്ല കേതു ഇത്രാമത്തെ ഹൗസിന്റെ മേളിൽ പാസ് ചെയ്യുക എന്നുണ്ട്. അപ്പോൾ അതിനകത്ത് 1, 5, 9 എന്ന് പറയും. 1, 5, 9 പലപ്പോഴും നല്ല ഹൗസുകളാണ്. 1, 5, 9 എന്നാണ്. 1 എന്ന് പറഞ്ഞാൽ നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയിട്ടുള്ള ആ ഒരു പല കാര്യങ്ങളും ഒരു എന്താ നല്ല ഒരു ഓർഗൻസ് അല്ലെ അംബിഷ്യസ് ആകുക അങ്ങനെയൊക്കെ ഉള്ളതാണ് 1 എന്ന് ഉദ്ദേശിക്കുന്നത്. 5 എന്ന് പറയുന്നത് ചൈൽഡ് ബർത്ത്, കുട്ടികളുണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഈ ഹൗസ് നമ്പറിന്റെ കാര്യമല്ലേ സാർ? ഹൗസ് നമ്പർ ഈ നമ്പറിന്റെ കൂടെ നമുക്ക് ഈ ലെറ്റേഴ്സ് വരുന്നത് നല്ലതാണോ? അതായത് ലെറ്റേഴ്സും ശ്രദ്ധിക്കണോ വരുന്നത്? നമ്മളിപ്പം എന്റെ എന്ന് പറയുമ്പോൾ 9 ആണ്, 9ന്റെ കൂടെ B ഉണ്ട്, അപ്പൊ അത് നല്ലതാണോ? 9ന്റെ കൂടെ B എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. 9B ഹൗസ് നമ്പർ 9B അല്ല, അത് നമ്മുടെ ന്യൂമറോളജി ഉള്ള സബ്ജക്റ്റ് ആയിപ്പോ നമ്മളിപ്പോ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞാൽ നമ്മുടെ ഈ ചിങ്ങമായിട്ട് ബന്ധപ്പെട്ട ഞാൻ നമ്പറൊന്ന് കേട്ടോണ്ട് പെട്ടെന്ന് അത് ഓർത്ത്. ശരി, കുഴപ്പമില്ല, കട്ട് ചെയ്തത്. അപ്പം നമ്മളെവിടെ പറഞ്ഞത് എന്നിട്ട് ഇത് നമ്പർ സാറ് പറഞ്ഞു തന്നത് ഇപ്പൊ 5 ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളുണ്ടാകുന്നത്. അല്ലെന്ന് രീതിയിൽ നമുക്ക് എന്താ പറയുക ലവിന്റെ അതായത് ലവ് മാരേജിന്റെ കൂടെ ഒരു ഹൗസാണ്. അതുപോലെ നമുക്ക് ഈ ഇതെന്താ ട്രേഡിങ് ഊഹക്കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കാം. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സപ്പോസ് ഈ രാഹു വന്ന് 5ൽ എവിടെയെങ്കിലും കണക്റ്റ് ആയെന്ന് വെച്ചു, അങ്ങനെയുള്ളവർക്ക് കുട്ടികൾ ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിലേ ആകാം. അപ്പോൾ ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാകേണ്ട സാധനം നേരെ ഫൈനാൻഷ്യൽ ലോസ് വരാം, പൈസ നഷ്ടപ്പെടാം. അല്ലെന്ന് ഈ ലവ് മാരേജ് ഉള്ള സാധനങ്ങൾ നല്ല പ്രണയമെന്നുള്ള ആളിൻ്റെ ആ പ്രണയം അലസിപ്പോ അതെ ഈ രാഹു കേതു ഒന്ന് കണക്ട് ചെയ്താൽ. അപ്പോൾ അതുപോലെ 9 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടത് ട്രേഡിങ്ങുള്ള ഓപ്പർച്യൂണിറ്റി ഒരുപാട് അല്ലേ നമ്മുടെ മുജ്ജന്മമായിട്ട് പല കണക്ഷനും ഒക്കെ ഉണ്ട്, പാരമ്പര്യമായിട്ട് കിട്ടിയതും അങ്ങനെയൊക്കെ ഉള്ള അച്ഛൻ്റെ സ്ഥാനമാണ്. അപ്പോൾ ഈ 9ാമത്തെ ഹൗസിൽ നമ്മുടെ ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേ എനിക്ക് സപ്പോസ് എൻ്റെ അച്ഛനെ പണ്ട് കൊച്ചിനെ മരിച്ചു പോയി, അതല്ല. അപ്പോൾ സപ്പോസ് എൻ്റെ ബർത്ത്ഡേയാട്ടിൽ വന്ന് നിന്നെന്ന് വെച്ചു 9ൽ വന്ന് നിന്ന് ഈ കേതു വന്ന് നിന്ന് ഉറപ്പ് അച്ഛന് പ്രശ്നം ഹോസ്പിറ്റലൈറ്റ് ചെയ്യാൻ പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള റേഡിയേഷൻ. അതുപോലെ 11ാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ ഒരാൾ നല്ലൊരു കല്യാണം കഴിച്ച്, പക്ഷെ അവർ ചിലപ്പോൾ ഇച്ചിരി ഡൗറി അല്ലെ സ്ത്രീധനം വാങ്ങിച്ചിട്ടായിരിക്കും കല്യാണം കഴിച്ചതെന്ന് വെച്ചു. പക്ഷെ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, കൂടെ കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാം ഈ 11th ഹൗസ് എന്ന് പറഞ്ഞാൽ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഹൗസാണ്. നമുക്ക് പല രീതിയിലുള്ള ഏറ്റവും നല്ല ഹൗസാണ്. അതെന്ന് പറഞ്ഞാൽ ഇത് ഹൗസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവം സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ലെന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഈ ഹൗസുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഹൗസിനകത്ത് ഈ രാഹു കേതുക്കളെ കയറി കണക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ വരും. പക്ഷെ എന്നാലും നമ്മുടെ നമ്മൾ ഈ ചെയ്ത വീഡിയോക്കകത്ത് വേറൊരു രീതിയിലാണ് നമ്മൾ ഹൗസിനെ നോക്കി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തരെ പറ്റി രാശി വെച്ചിട്ട് അറിയാൻ അവർക്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വരുന്നുണ്ട്. ഒരു 1 hour മേളിലുള്ള ഒരു വീഡിയോ വിവരണം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇതിന്റെ അടുത്തായിട്ടുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള മന്ത്ലി ഉള്ള ആ ഒരു പ്രഡിക്ഷനും വരുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വിശദമായിട്ട് പോയി കാണാറുണ്ട്. ചിങ്ങം പൊതുവെ നല്ല മാസമാണല്ലേ? ചിങ്ങം മാസം എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ ആണ്. അതായത് ന്യൂ ഇയർ അതായത് ഈ രാശി മാറും, അതായത് സൂര്യൻ ഇങ്ങോട്ട് സംക്രമിക്കുകയാണ്. അപ്പം ഈ സംക്രമണമാണ് ചിങ്ങൻ രാശിയിലോട്ട്, അതായത് കർക്കടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലോട്ട് സംക്രമിക്കുക. അതാണ് ഈ സംക്രമിക്കുന്ന അതൊരു വർഷത്തെ ഫലമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ ഇതുകൊണ്ട് ഈ ഒരു രാഹുവിന്റെ കേതുവിന്റെ ആയിട്ടുള്ള മാറ്റമേ
കഴിഞ്ഞ 1.5 വർഷം കൂടുമ്പോഴാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ഡിസംബർ വരുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ആൾക്കാർക്ക് പല രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാം. അതേമാതിരി ഏകദേശം അടുത്ത ഈ വരുന്ന ഓഗസ്റ്റ് 15 തീയതി അടുപ്പിച്ചോ കഴിയുന്ന ഒരു സമയത്ത് ഒരു പുതിയ വൈറസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കുംഭൻ രാശി നിൽക്കുന്ന രാഹു മകരൻ രാശിയിലോട്ട് സംക്രമിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ കേതു ആണേലും ഇങ്ങനെയുള്ള ഇപ്പോൾ വീടുന്നുള്ള ചിങ്ങൻ രാശിയിൽ നിന്ന് നേരെ കർക്കിടകൻ രാശിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ പല രീതിയിലുള്ള കണക്ടിവിറ്റി വരും. ഈ പറഞ്ഞ 159 എന്നുള്ള രീതി കണക്ടിവിറ്റി വരും. അപ്പോൾ ആ ഓരോ റേഡിയേഷൻപ്പെട്ട ഓരോ ആൾക്കാർക്കും ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഏത് ഹൗസിലാണോ കണക്ട് ചെയ്യുന്ന 159, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കണക്ക് കൂട്ടേണ്ടി വരും. ഇന്നടുത്ത് 5ാമത്തെ ഹൗസ്, അല്ല നേരി 9ാമത്തെ ഹൗസ്, 11ാമത്തെ ഹൗസ്, അല്ലെ നേരെ നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന 7ാമത്തെ ഹൗസ്, ഇങ്ങനെയൊക്കെ നിൽക്കുന്നിടത്ത് പല രീതിയിലുള്ള അവർക്ക് ഇമ്പാക്റ്റുകൾ നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് തന്നെയല്ല, വേറൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ഏകദേശം 1.5 വർഷമാണെന്ന് പറഞ്ഞല്ലോ. 1.5 വർഷം ഒരു ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിഷന് ഏകദേശം ഒരു 18 ഇയേഴ്സാണ് ഒരു സോഡിയാക് സൈനിൽ കൂടെ രാഹു കേതുക്കൾ ട്രാൻസിഷൻ വരുന്നത്. അപ്പം ഈ വർഷം ഈ വരുന്ന 2027 ആകുമ്പോഴത്തേന് വേൾഡ് ഫൈനാൻഷ്യൽ ക്രൈസിസ് നടക്കാൻ പോവാണ്. 100% നടന്നിരിക്കും. അതായത് US ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി തകരും. കാരണം ഒരുപാട് പ്രോപ്പർട്ടി പ്രൈസൊക്കെ 40-50% താഴോട്ട് പോകാനുള്ള ട്രേഡിങ്, കാരണം ട്രേഡ് മാർക്കറ്റ് എല്ലാം കൊളാപ്സ് ആകും. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പോസിബിലിറ്റിയാണ് ഈ ഇതിൻ്റെ മുന്നോടിയായിട്ട് ഈ ഒരു വർഷത്തെ രാശിയുടെ ആയിട്ടുള്ള മാറ്റത്തിൻ്റെ കൂടി പറയുകയാണ്. അപ്പോൾ നമുക്ക് അതിനും ബാക്കിയുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്.